so many like this incidents have taken place where our religious women, Catholic nuns, who go to accompany girls sometimes for work in their convent, sometimes even those who choose to become nuns to bring or accompany those girls. These nuns are somehow tracked by some anti-national elements. We call them anti-national elements because they work against the constitution and against the nation. They somehow track their movements, they harass them, they abuse them, and then putting false accusations of conversion and human trafficking, etc. They trap them and create commotion, and then hand them over to the police. These kind of actions are, we condemn these all actions and demand that the government of the state and also central government comes into action and protects all the rights of religious minorities. ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു CBCI വക്താവ് ഫാദർ റോബിൻ. കൃത്യമായി ബജ്റംഗ് ദളിന്റെ നിർദ്ദേശാനുസരണമാണ്. ഇപ്പോൾ ഫാദർ റോബിൻ പറയുന്നത് പോലെ ആൻറ്റി നാഷണൽസ് ആണ് ഈ ബജ്റംഗ് ദൾ, സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദളിന്റെ നിർദ്ദേശാനുസരണമാണ് കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, വലിയ തരത്തിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ഈ ഫാദർ റോബിൻ പറയുകയും ചെയ്തത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതായത് കാലങ്ങളായി സംഘപരിവാർ അല്ലെങ്കിൽ മോദി സർക്കാർ തുടരുന്ന ന്യൂനപക്ഷ വേട്ട, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉയരുന്നത് CBCIയുടെ ഭാഗത്ത് നിന്ന്? ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ CBCI പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബജ്റംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തത്. ഭരണഘടനയെ അനുശാസിക്കാത്ത, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദളിന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നാണ് CBCI വക്താവ് പറയുകയും ചെയ്തത്. രാജ്യത്ത് സമാധാനപരമായി മതവിശ്വാസം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്, മതവിശ്വാസികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രാജ്യമായി, ഇതര ന്യൂനപക്ഷങ്ങൾക്കടക്കം പ്രവർത്തിക്കാൻ കഴിയാത്ത രാജ്യമായി മാറിയിരിക്കുകയാണ് എന്നുകൂടി ഫാദർ റോബിൻ ഇപ്പോൾ CBCI വക്താവ് പറയുകയും ചെയ്തു. ഏതായാലും പ്രതിഷേധവുമായി ക്രിസ്ത്യൻ സംഘടനകൾ, നിരവധി ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, ഇപ്പോൾ നേരത്തെ ഫാദർ CBCIയുടെ പ്രതിനിധി വക്താവ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്കടക്കം നിവേദനം കൊടുക്കാൻ പോവുകയാണ്. എന്ത് കാര്യമെന്നുള്ള ചോദ്യം രണ്ടാമത് വരികയും ചെയ്യുന്നുണ്ട്. മോദി അറിയാതെ രാജ്യത്ത് ഒരു കാര്യവും നടക്കില്ല. വളരെ കൃത്യമാണ്, സംഘപരിവാർ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു, യാതൊരു മടിയുമില്ലാതെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ബജ്റംഗ് ദൾ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രം. എങ്ങനെയാണ് പ്രതിഷേധം കനക്കുന്നത്? സിജു, 2014 മുതൽ, അതായത് ഛത്തീസ്ഗഡിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ കന്യാസ്ത്രീമാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ബജ്റംഗ് ദൾ എന്ന് പറയുന്ന ഹിന്ദു തീവ്രവാദി സംഘടനകളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ CBCIയുടെ പ്രതിനിധികളടക്കം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ കന്യാസ്ത്രീമാർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുറേ മണിക്കൂറുകളോളമാണ് അവരെ ഈ സ്റ്റേഷനിലടക്കം പിടിച്ചു നിർത്തിയിരുന്നത്. അവർ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് 3 പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കന്യാസ്ത്രീമാർ ചെല്ലുന്നു. സിസ്റ്റേഴ്സ് ആയിട്ടുള്ള വന്ദനയും പ്രീതിയും. ഇവർ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഈ കുട്ടികളെ, 3 പെൺകുട്ടികൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ്, മാത്രമല്ല മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള നടപടികൾക്കായാണ് ഇവർ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയത് എന്നുള്ള ആരോപണമാണ് നിലവിൽ പോലീസ് അവിടെ ഉന്നയിക്കുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ കന്യാസ്ത്രീമാരോട് ഇക്കാര്യം ചോദിക്കുകയും അതോടൊപ്പം ഈ പെൺകുട്ടികൾ, കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അപ്പോൾ തന്നെ ഈ പോലീസിന്റെ ഈ ആരോപണം നിഷേധിക്കുകയും ചെയ്തു. രക്ഷകർത്താക്കളുടെയൊക്കെയും താല്പര്യപ്രകാരം തങ്ങളെ ഒരു ആശുപത്രിയിലേക്ക് ജോലിക്കായാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പെൺകുട്ടികൾ അവിടെ തന്നെ വെച്ച് പറയുകയും ചെയ്തു. എന്നാൽ അതൊന്നും തന്നെ കണക്കിലെടുക്കാതെയാണ് അപ്പോൾ തന്നെ പോലീസ് ബജ്റംഗ് ദൾ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നത്. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ 2 കന്യാസ്ത്രീമാരെയും
അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് CBCI ഉന്നയിക്കുന്നത്. ഇപ്പോൾ CBSE ആസ്ഥാനത്ത് ഫാദർ റോബിൻ പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ കേസ് എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണ്, ഇതിലൊരു അർത്ഥവുമില്ല. ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്ക് CBCI പോകുന്നു. കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് രാജ്യത്ത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിഷേധം കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായോടൊക്കെയും ഇതിൽ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെയും നേതൃത്വത്തിലാണ്, ഇത്തരത്തിൽ BJPയുടെ നേതൃത്വത്തിലാണ് ഈ ഹിന്ദു സംഘടനകൾ ക്രിസ്ത്യാനികൾക്ക് നേരെ, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. ഈ കന്യാസ്ത്രീമാരെ കഴിഞ്ഞ ദിവസം കുറേ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ഇരുത്തിയെന്നും അവരെ ചോദ്യം ചെയ്യുന്നുവെന്നും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഇവർ കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ CBCI അറിയിച്ചിട്ടുള്ളത്. സിജു, സ്വാതി, ഈ 3 പെൺകുട്ടികൾ ഒപ്പം വന്നു എന്നുള്ളതാണല്ലോ കാരണമായി ബജ്രംഗ് ദൾ എടുത്ത് പറയുന്നത്. ആ പെൺകുട്ടികളെയും എന്താണ് ചെയ്തിരിക്കുന്നത്? ആ പെൺകുട്ടികൾ ഇപ്പോൾ എവിടെയാണ്? അവർക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കന്യാസ്ത്രീകൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഒരു ഭാഗം ഈ പോലീസ് കേട്ടിട്ടില്ല, അങ്ങനെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഈ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ, അതായത് 3 പെൺകുട്ടികളാണ് ഈ കന്യാസ്ത്രീമാരോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യമാണ് ആദ്യം ഈ പോലീസുകാർ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ തന്നെ ഈ കന്യാസ്ത്രീമാർ പറയുകയും ചെയ്തു, ഇവരുടെ ടിക്കറ്റ് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം അവർ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് പോകുന്നു. മതപരിവർത്തനം ആരോപിക്കുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്താണെന്ന് ആരോപിക്കുന്നു. അങ്ങനെ ഈ ചോദ്യങ്ങളോടൊക്കെ തന്നെയും ഈ കന്യാസ്ത്രീമാർ കൃത്യമായ പ്രതികരണം നടത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ കേൾക്കാൻ വേണ്ടി ഈ പോലീസുകാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിർദ്ദേശത്തിന് പിന്നാലെ അവർ ആ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ കന്യാസ്ത്രീമാർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. നാളെയാണ് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CBCI ഈ വിഷയത്തിൽ കടുത്ത നിയമ പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ച് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ എന്തായാലും തുടങ്ങും, മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് CBCI അറിയിച്ചിട്ടുള്ളത്. സിജു, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം കനക്കുകയാണ്. CBCI നിയമ നടപടിയുമായി മുന്നോട്ട് എന്നുള്ള വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.